ഈ അമ്മയുടെ ഒരു വേർപാട് ലൈഫിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? ഈ അമ്മയെ പറ്റി പറയുമ്പോൾ കണ്ണു നിറയാനുള്ള കാരണം അറിയുമല്ലോ, സ്വഭാവമായിട്ട് ആള് കൂടിയില്ലല്ലോ. അതുകൊണ്ട് പ്രണയ വിവാഹത്തിൽ തന്നെ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ആർക്കും താല്പര്യമില്ലായിരുന്നു. എൻ്റെ കല്യാണം കാരണം ഒരു 1.5 വർഷം അമ്മ സംസാരിച്ചിട്ടില്ല. അപ്പൊ ഈ വിവാഹ ജീവിതം വേർപെട്ടോ? സിനി സൂയിസൈഡ് ചെയ്യാൻ നോക്കി എത്ര തവണ? 1-2 തവണ. അയ്യോ എനിക്ക് ഈ ലൈഫ് വേണ്ട, ഭണ്ഡാരം അങ്ങ് നിർത്തി, അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോൾ തോന്നും. പക്ഷെ എവിടെയോ നമുക്കിങ്ങനെ ഒരു കൊളുത്ത് കിടക്കും, വിട്ടുപോകാത്തൊരു കൊളുത്തുണ്ടാവും. അത് ലൈഫിലുണ്ടാകും. ആ റിലേഷൻഷിപ്പിൽ ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ എത്രയോ സമയം, ഞാൻ ഉണ്ടാക്കിയ എത്രയോ മണി എല്ലാം എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല. അതുവരെ ഫ്രണ്ട്സായിട്ട് ഉണ്ടായിരുന്നവരൊക്കെ പിന്നങ്ങ് സമാധാനപ്പെടുത്തല. കിട്ടുവോ? സ്വാഭാവികല്ലടോ, സ്വാഭാവികല്ലേ ഇതൊക്കെ. നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. ഈ സ്വന്തമാക്കാൻ നമ്മൾ എന്തും ചെയ്യും. അത് പ്രണയത്തിന്റെ സ്വഭാവമാണ്. നമ്മളെ സ്വന്തമാക്കി നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ വേണ്ടി നമ്മൾ എന്ത് എക്സ്ട്രീം വരെ പോകും. സ്വന്തമായി നമ്മുടെ കയ്യിലാണ് എന്ന് അറിയുമ്പോൾ ആ സമയം തൊട്ട് നമ്മൾ മാറി തുടങ്ങും. അത് ആണായാലും ശരി, പെണ്ണായാലും ശരി. ഇപ്പൊ മുന്നോട്ടുള്ള ലൈഫിലാണെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നില്ല ആളെ? ഇല്ല, ഒരു മോട്ടിവേഷൻ നമ്മുടെ ഒരു ലൈഫ് നന്നാക്കാൻ പോകുന്നില്ല. നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സീരിയൽ ടൂടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. തൻ്റെ 17 വർഷക്കാലമായി സീരിയലിൽ നിറഞ്ഞു നിൽക്കുകയും ഡാൻസിനോടൊപ്പം തന്നെ സീരിയൽ അഭിനയ രംഗത്ത് കുടുംബ പ്രേക്ഷകർക്കെന്നും ഇഷ്ടനായികയായി മാറിയ സിനി വർഗീസാണ് എന്നോടൊപ്പം. സിനി നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. എനിക്കും. കാരണം ഒരു സൗഹൃദം എന്ന നിലയിൽ തന്നെ നമ്മൾ അറിയുന്ന കൂട്ടുകാരെ നമ്മുടെ ഒരു ഗസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സന്തോഷമാണ്. അത് സാധാരണ ഇന്റർവ്യൂസിന് പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. നീ ഉള്ളതുകൊണ്ട് നീ അധികം ഒന്നും ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കില്ല, ആദ്യം തന്നെ ഇട്ടുന്നതാ. അതെ, സിനി 17 വർഷമായിട്ട് സീരിയൽ മേഖലയിലുണ്ടല്ലേ, ഒരു നായികയായിട്ട്? അല്ലെങ്കിൽ ഒരു നായികയായിട്ടല്ല, ഒരു 4-5 വർഷം നായിക ക്യാരക്ടേഴ്സ് മാത്രമായിരുന്നു, ലീഡ് റോൾ മാത്രമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ക്യാരക്ടർ റോളും സപ്പോർട്ടിംഗ് റോളും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിയുടെ ചിരി ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. എനിക്കും ചിരിക്കാൻ ഇഷ്ടമാണ്. എത്ര സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും ചിരിക്കും. അല്ല, നമ്മുടെ സങ്കടം കാണാനൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല ആർക്കും. അപ്പൊ എപ്പോഴും അങ്ങ് ചിരിച്ചെടുക്കുക. ഈ 17 വർഷക്കാലത്തിന്റെ എക്സ്പീരിയൻസും അല്ലെ പുറയിൽ നിന്നുള്ള കുത്തുവാക്കുകളും എല്ലാം കേട്ട് വന്നതാണ് ഉറപ്പായിട്ടും. ഇതിന് തുടക്ക സമയം എവിടെ നിന്നായിരുന്നു? ഈ 17 വർഷത്തോടുള്ള തുടക്കം അഭിനയം തുടങ്ങുന്നത് ഒരു 15 വയസ്സില്. അപ്പൊ എന്റെ വയസ്സിപ്പോ മനസ്സിലായല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞ് വയ്ക്കുമ്പോഴായിരുന്നു ആദ്യത്തെ സീരിയല്. അവിടെ നിന്ന് പിന്നെ എനിക്കങ്ങനെ അഭിനയിക്കാൻ അറിയാവോന്ന് പോലും എനിക്കറിയില്ല. വന്നു വിട്ടു. അഭിനയിക്കാൻ പാരമ്പര്യമുള്ള കുടുംബമാണ്? ഒന്നുമല്ല, ആരുമില്ല കലാരംഗത്ത് എന്ന് പറയാൻ ആരുമില്ല. എങ്ങനെ എനിക്ക് ചെറുപ്പം തൊട്ട് ഡാൻസിനോട് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറയുന്നു. എന്നെ കൊണ്ടുപോയി ചേർത്തു. ഒരു 3 വയസ്സ് തൊട്ട് ഡാൻസ് പഠിക്കുന്നു. അതുവഴി അഭിനയത്തിലോട്ട് വന്നു. അല്ലാണ്ട് ഇന്നത് പാഷനാക്കി എനിക്കത് ചെയ്തേ പറ്റൂ എന്നൊന്നും വിചാരിച്ചിട്ട് വന്നതല്ല. ബട്ട് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പം ഇതാണ് എനിക്ക് എന്നുള്ളത്, എൻ്റെ റൂട്ട് ഇതാണെന്ന് മനസ്സിലായി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായി ക്യാമറയുടെ മുമ്പിൽ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു മൊമെന്റ്സ്. അപ്പം അതിലേക്ക് അങ്ങ് പോയി. 15 വയസ്സിലാണ് തുടക്കം കുറിക്കുന്നത്? 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ ആ ഒരു കോൾ എങ്ങനെയായിരുന്നു സീരിയലിലോട്ട്? അന്ന് സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിൻ്റെ സമയത്ത് കണ്ട് ഓക്കെ പറഞ്ഞിട്ട് വിളിച്ചാണ്. പറയല്ലോ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയുടെ സൈസ് അറിയാലോ. അത് ഞാൻ അഭിനയിക്കാൻ പോകുന്നത് ഒരു കൊച്ചിൻ്റെ അമ്മയായിട്ടായിരുന്നു. ആ സമയത്ത് 15 വയസ്സിൽ ഞാൻ ഒരു കൊച്ചിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ പോവാണ്. അതിൻ്റെ മെച്യൂരിറ്റി എനിക്കില്ല, ഒന്നുമില്ല. അപ്പം സ്ക്രീൻ ടെസ്റ്റ് ചെയ്തിട്ട് അവർ ഡൗട്ട് പറഞ്ഞു, കാരണം സൈസില്ല. പിന്നെ എനിക്ക് അഭിനയിക്കാനും അറിയില്ലായിരുന്നു, ഡയലോഗ് പറയാൻ പോലും അറിയില്ലായിരുന്നു. പിന്നെ എന്തോ കാരണം കൊണ്ട് ഓക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് കുറച്ചൊക്കെ അഭിനയിക്കാൻ പഠിച്ചു. ശരിക്കും അപ്പം ആഗ്രഹിച്ചു വന്നതല്ല, വന്നിഷ്ടപ്പെട്ടതാ. ഞാൻ കേട്ടൊരു കാര്യമുണ്ട്, സിനിയുടെ അമ്മ ഒരു സ്ട്രിക്റ്റ് ആയിരുന്നല്ലേ? അമ്മ സ്ട്രിക്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് അല്ല. ചെയ്യുന്ന കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്യണം അമ്മയ്ക്ക്. ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 100% എനിക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രമേ ഞാൻ ഇറങ്ങാൻ അമ്മ സമ്മതിക്കുകയുള്ളൂ. മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായ സിനിയുടെ ഒരു സിഗ്നേച്ചർ വേണം അതിൽ വേണം. അതും ഞാനിപ്പോൾ പെർഫോംസ് ചെയ്യുമ്പോഴും
എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും അമ്മ പറയൂല. അമ്മ ആകെ 2 പ്രാവശ്യമാണ് കൊള്ളാം എന്ന് പറഞ്ഞത്. ആ കൊള്ളാമെന്ന് പറയുമ്പോൾ പോലും അത്രമേൽ ജെന്യൂൻ ആണത്. അത് അപ്പൊ എനിക്ക് എന്തോ അവാർഡ് കിട്ടുന്ന ഫീൽ. അമ്മ പറയുകയില്ല വെച്ചാൽ എത്രയൊക്കെ ആൾക്കാർ എന്തൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്താലും അമ്മ പറയും കുഴപ്പമില്ല, നീ നിന്റെ ജോലി ചെയ്തു. ആ ഒരു ആറ്റിറ്റ്യൂഡ് അമ്മയ്ക്ക്. 2 പ്രാവശ്യം കൊള്ളാം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു ഉയർച്ചയുടെയും പകുതിയാണ്, അല്ലെങ്കിൽ ഏത് ഉയർച്ചയുടെ ഒരു സപ്പോർട്ട് തന്നെയാണ് അമ്മയല്ലേ? അമ്മയുടെ ക്യാരക്ടർ എങ്ങനെയാന്ന് വെച്ചാൽ അമ്മയും അതെ ഗ്രാൻഡ് മദറും അതെ, ഈ 2 ലേഡീസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഞാൻ കണ്ടു വളർന്നത്. അവർ 100% അവരുടെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കും. പ്ലസ് ഒരു നിമിഷം പോലും ജോലി എടുക്കാതെ നിൽക്കില്ല. അവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടോ ഇല്ലയോ അത് രണ്ടാമത്തേത്. ഫ്രീ ടൈം എന്ന് പറഞ്ഞൊരു സാധനം വെക്കില്ല. ഫുൾ ടൈം ജോലിയായിരിക്കും. ആ ചെയ്യുന്ന ജോലി നന്നായി നീറ്റായിട്ട് ചെയ്യും. അത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ എനിക്കും എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം, അതും നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നത് അവർ കാരണമാണ്. ഈ അമ്മയുടെ ഒരു വേർപാട് ലൈഫിനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്? നല്ല രീതിയിൽ ബാധിച്ച്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് പുറത്താർക്കും അറിയില്ലെങ്കിൽ പോലും ഈ ചിരിക്കുന്ന മുഖം എല്ലാവരും കണ്ടിട്ടുള്ളൂ. ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷേ ഞാൻ ദേഷ്യപ്പെടുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. ഇവൻ എൻ്റെ അനിയൻ്റെ അടുത്ത് പോലും ഞാൻ ചെയ്യാറില്ല. അമ്മയുടെ അടുത്ത് ചെയ്യും, ഹസ്ബൻഡിൻ്റെ അടുത്ത്. കാരണം ഈ മൊമെൻറ്റിൽ ഞാൻ ദേഷ്യപ്പെട്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പം പോട്ട് കുഴപ്പമില്ല എന്ന് പറയുന്നവരുടെ അടുത്തേ ഞാൻ ദേഷ്യപ്പെടുകയുള്ളൂ. എൻ്റെ ഫ്രസ്ട്രേഷൻ എല്ലാം അവരുടെ അടുത്തേ കാണിക്കുകയുള്ളൂ. അമ്മ പോകുന്നവരെ അത് അമ്മയുടെ അടുത്ത് തന്നെയായിരുന്നു. എനിക്ക് അത് കറക്റ്റായിട്ട് അമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞാൻ എന്ത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് അമ്മയ്ക്ക് മനസ്സിലാവും. വേറെ ആർക്കും മനസ്സിലാവില്ല. എത്രയൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ നോക്കിയാലും എൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ്. മമ്മിയുടെ അടുത്ത് അതൊന്നും പറയണോ? അമ്മേ ഹലോ, എന്താടി കുഴപ്പം, എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ? ആദ്യം അങ്ങനെ വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് വരുമ്പോൾ അമ്മ നോർമലായിട്ട് സംസാരിക്കും. എൻ്റെ ടോണിൽ പോലും കണ്ടുപിടിക്കും എനിക്ക് അമ്മമാരറിയും. അത് പോയി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇത്രയും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അമ്മ എന്നുള്ളത്. അത് പോയി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു ആദ്യം അമ്മ പോയപ്പോൾ എനിക്ക് അത്ര വലിയ വെച്ചാൽ ഒരു മരണം നടന്നു, എല്ലാവരും മരിക്കും, ആ ഒരു ഇതിലായിരുന്നു. പക്ഷെ പിന്നെ പോകുന്ന ദിവസങ്ങളിൽ എനിക്കെൻ്റെ ഒന്നും പറയാനൊരാളില്ല. പിന്നെ ഞാൻ തപ്പുന്ന എൻ്റെ അമ്മയെ പോലെ ആരെയും, സാധാരണ നമ്മൾ പ്രേമിക്കാൻ വേണ്ടിയിട്ടല്ല ആൾക്കാരെ തപ്പും. എനിക്ക് എൻ്റെ അമ്മേനെ പോലെ ഓപ്പണായിട്ട് പറയാനൊരാളാണ് ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. എനിക്ക് അങ്ങനെ ഒരാളായിരുന്നു വേണ്ടത്, ഒരു പ്രണയത്തിനേക്കാൾ കൂടുതലായിട്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ എൻ്റെ ലൈഫിൽ എന്തോരം ഇമ്പോർട്ടൻസ് ഉള്ള ആളായിരുന്നു എന്നുള്ളത്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അല്ല, എന്നെ ബിൽഡ് ചെയ്തെടുത്ത അമ്മയാണ്. ഞാൻ ഇത്രയും സ്ട്രോങ് ആണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചത് അമ്മയാണ്. ഈ അമ്മയെ പറ്റി പറയുമ്പോൾ കണ്ണ് നിറയാനുള്ള കാരണം എന്നറിയുമല്ലോ, സ്വഭാവമായിട്ട് ആള് കൂടിയില്ലല്ലോ. അതുകൊണ്ട് ഈ അമ്മ തന്ന ഉപദേശങ്ങളൊക്കെ എന്തൊക്കെയായിരുന്നു? അമ്മ ഉപദേശമായിട്ട് അങ്ങനെ ഇന്നത് ചെയ്യണം മോളെ, ഇന്നത് മാത്രം അങ്ങനൊന്നും അമ്മ പറഞ്ഞിട്ടില്ല. അമ്മ നമ്മുടെ ലൈഫിൽ കാണിച്ചു തന്നതേ ഉള്ളൂ. ഇതൊക്കെ ചെയ്താൽ പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നു. ഇതൊക്കെ ചെയ്താൽ നീ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടിരിക്കാം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിനക്കിങ്ങനെ മുമ്പോട്ട് പോവാം കാണിച്ചു തന്നു അമ്മ. എത്ര വർഷത്തോളം കൂടെ ഉണ്ടായിരുന്നു? എൻ്റെ 4 വർഷം മുമ്പ് വരെ. അതിനിടയ്ക്ക് എൻ്റെ കല്യാണം കാരണം ഒരു 1.5 വർഷം അമ്മ സംസാരിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സമയം മൊത്തം മരണം വരെ മമ്മി ഭയങ്കര ആ 1.5 വർഷം എനിക്ക് ഒരു ഗ്യാപ്പ് വന്നല്ലോ, അതിൻ്റെ ഒരു 100 മടങ്ങ് മമ്മി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക്. അതും എനിക്ക് മനസ്സിലായത് പോയതിന് ശേഷമാണ് എനിക്ക് വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഈ കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റ് അല്ലേ? അങ്ങനെ അമ്മ സ്വന്തം മോളെ ഒരുപാട് സ്നേഹിക്കുന്നു. ആളുകൾ പറയുന്ന പോലെ സ്ട്രിക്റ്റ് ആണെങ്കിലും അത്ര പേര് സ്ട്രിക്റ്റ് അല്ലേ? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, മമ്മി ചിരിക്കില്ല. ഒന്നാമത്തെ മമ്മി ഭയങ്കരമായിട്ട് നമ്മളിപ്പോൾ ഒരു കോമഡി മൂവി കാണുകയാണ് അല്ലെങ്കിൽ ഒരു സ്കിറ്റ് കണ്ടാൽ പോലും മമ്മിയുടെ എക്സ്പ്രഷൻ ഒന്നും കിട്ടത്തില്ല. മമ്മി ഇങ്ങനെ ഇരിക്കും, നടക്കട്ടെ. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മമ്മി എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒരു നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ മമ്മിക്ക് അത് ഇഷ്ടപ്പെട്ടോ എന്ന് മമ്മി പറയില്ല. അങ്ങനെ ഒരാളായിരുന്നു. ഒന്നും എക്സ്പ്രസ് ചെയ്യില്ല അത്ര. ഈ ഒരുപാട് വേദനകളും അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിലുള്ള കഷ്ടപ്പാടുകളും ഉള്ളിൽ ഒതുക്കി മോളെ സന്തോഷമായിട്ട് വളർത്തിയല്ലേ? മമ്മി പപ്പയായാലും മമ്മിയായാലും ഒരു ബിലോ ആവറേജ് ഫാമിലിയിലുള്ള ആൾക്കാരായിരുന്നു. സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അവർക്ക്.
അവരുണ്ടാക്കിയതൊക്കെ അവർ കഷ്ടപ്പെട്ട് ബിൽഡ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ നിന്നാണ് ഓക്കെ, ഒന്നും അവരിൽ നിന്ന് എടുക്കാണ്ട് ഞാനും ഇതേപോലെ കഷ്ടപ്പെട്ട് തന്നെ എൻ്റെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ എനിക്ക് വേണ്ടത് എന്തോ അത് ഞാൻ ഉണ്ടാക്കണമെന്ന് അവരെന്നെ അവരുടെ ജീവിതത്തിലൂടെയാണ് കാണിച്ചു തന്നത്. അതാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. ആ ജീവിതപാഠം വലുതാണെന്നു. അതെ, അവരൊന്നും ഒരു കാര്യം എന്നോട് ഇത് ചെയ്യ് അത് ചെയ്യ്, പപ്പയായാലും അമ്മയായാലും അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ല എന്ന് കാണിച്ചു തന്നിട്ടില്ല. അവരവരുടെ ലൈഫ് കാണിച്ചു തന്നെ എനിക്ക് എന്താണെന്നുള്ളത്. സിനി ഒരു പ്രണയ വിവാഹമായിരുന്നല്ലേ? പ്രണയ വിവാഹത്തിൽ തന്നെ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ആർക്കും താല്പര്യമില്ലായിരുന്നു. അപ്പം കാരണം വേറൊന്നുമല്ല, ഞാൻ അങ്ങനെ കല്യാണം എല്ലാം അവർ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അവരെ കണ്ട് ഞാൻ എല്ലാം എനിക്ക് ചെയ്തു തരും, എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു പ്രേമത്തിലേക്ക് പോകുന്നോ അങ്ങനെ ഒരു അവരുടെ ചിട്ടവട്ടങ്ങൾ എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്ന ആളെ സിനി കിട്ടണം, അല്ലെ എൻ്റെ മോള് കിട്ടണം, അങ്ങനെയല്ല. അവർ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എനിക്ക് ഞാൻ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരാളെ അവർ കണ്ടുപിടിച്ച് അവർക്കേ തരാൻ പറ്റുള്ളൂ എന്ന് അവർക്ക് ഉറപ്പുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെയാണ് സിനിയുടെ ലൈഫിലോട്ട് പ്രണയം വരുന്നല്ലേ? പ്രണയ യാത്രയെ പറ്റി ഒന്ന് പങ്കുവെക്കാമോ? 5-6 വർഷത്തെ പ്രണയമായിരുന്നു. അങ്ങനെ ഒരുപാടൊന്നും പ്രണയിച്ച് ഒരുമിച്ച് നടക്കാനൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പറ്റുന്ന സമയത്ത് വിളിക്കും. അങ്ങനെ ഭയങ്കര കൊടുമ്പിരി കൊണ്ട പ്രണയമൊന്നുമല്ല. വീട്ടിലറിയായിരുന്നു. അറിയാം. മമ്മിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, വിളിക്കാനും കാര്യങ്ങൾക്കൊക്കെ മമ്മിക്ക് വിളിക്കുമ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്, ഇഷ്ടമല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ എത്ര അമ്മയാണെങ്കിലും അപ്പനാണെങ്കിലും സ്നേഹിക്കുന്ന സമയത്ത് ഒരു പ്രണയം വരുമ്പോൾ ചിലപ്പോൾ വീട്ടുകാരെ വരെ മറക്കും നമ്മൾ. അതെ, അത് പ്രണയത്തിലുള്ള തീവ്രതയായിരിക്കും ഉറപ്പായിട്ടും അല്ലേ? അപ്പം അങ്ങനെ മറക്കുന്ന സമയത്താണെങ്കിൽ പോലും അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടോ നീ ഒരു കാലം മനസ്സിലാക്കും? അവരെപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ളത് നിനക്ക് ആ ലൈഫ് ബെറ്റർ ആവില്ല. അവർക്ക് പേടിയായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച ഒരാൾ അവർ അന്വേഷിച്ചിട്ടില്ല, അവർക്കധികം അറിയില്ല ആളെ പറ്റി. അപ്പം ഞാൻ കണ്ടുപിടിക്കുന്ന ഒരാൾ എനിക്ക് ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കുന്ന പോലെ ബെറ്റർ ഒരാളായിരിക്കുമോ അത് എന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു. അപ്പം തന്നെ അവരെപ്പോഴും മാറാൻ വേണ്ടിയിട്ട് ശ്രമിപ്പിച്ചോണ്ടിരുന്നു, മാറാൻ വേണ്ടി പറഞ്ഞോണ്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മാറിയില്ല, കാരണം എനിക്ക് പ്രണയം അത്രമേൽ ഇഷ്ടമായിരുന്നു. പ്രണയം ആ വ്യക്തി എനിക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നു. അങ്ങനെ 5 വർഷം നീണ്ടകാലം പ്രണയിക്കുന്നു, വിവാഹത്തിലോട്ട് എത്തുന്നു. 9 വർഷത്തെ 6 വർഷത്തെ പ്രണയം, 9 വർഷത്തെ വിവാഹ ജീവിതം. ഈ 9 വർഷത്തെ വിവാഹ ജീവിതത്തിൽ അമ്മയുമായിട്ട് അകന്നിരുന്ന കാലങ്ങൾ എത്രയാണ്? 1.5 വർഷം. പിന്നീട് അമ്മ സ്വീകരിച്ചു. അതെനിക്ക് ഉറപ്പുള്ള കാര്യമായിരുന്നു. അവർക്ക് അധികമൊന്നും എന്നോട് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അത് പ്രണയത്തിനോടൊപ്പം പോയപ്പോൾ, ആളുടെയോടൊപ്പം പോയപ്പോഴും എനിക്കൊരു 100% ഉറപ്പുള്ള കാര്യമായിരുന്നു. ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് പ്രണയം വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ആ വ്യക്തി അന്നേ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു. പക്ഷേ ഞാൻ പ്രണയത്തോടെ വന്നപ്പോൾ എനിക്ക് ഉറപ്പാണ് അവർ ഒരു ദിവസം എൻ്റെ അടുത്ത് വരും, അതും അധികം താമസിക്കാതെ തന്നെ വരും എന്നുള്ളത് എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം സ്വന്തം മാതാപിതാക്കളാണ്. അവർക്കൊരിക്കലും എന്നെ വിട്ടിട്ട് നിൽക്കാൻ പറ്റില്ല, അവരങ്ങനെ നിന്നിട്ടില്ല. എൻ്റെ അനിയൻ പോലും ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. എൻ്റെ ലൈഫിൽ ഒരു ദിവസം പോലും അവരെ ഒന്നിനും അമ്മയുണ്ടാവും അല്ലെങ്കിൽ പപ്പയുണ്ടാവും കൂടെ. ഒരു ദിവസം പോലും ഞാൻ മാറി നിന്നിട്ടില്ല വേറെ എവിടെയും. എനിക്ക് ഉറപ്പാണ് അവർ വരും എന്നുള്ളത്. ഈ അമ്മ 1.5 വർഷം മാറി നിന്നെങ്കിലും പിന്നെ സിനിയെ സ്വീകരിച്ചു. ഈ 5 വർഷത്തെ പ്രണയം, 9 വർഷത്തെ വിവാഹ ജീവിതം അല്ലേ? ഈ ഒരു യാത്രയിൽ നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ് ഈ സ്വന്തമാക്കാൻ നമ്മൾ എന്തും ചെയ്യും. അത് പ്രണയത്തിൻ്റെ സ്വഭാവമാണ്. നമ്മളെ സ്വന്തമാക്കി നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കാൻ വേണ്ടി നമ്മൾ എന്ത് എക്സ്ട്രീം വരെ പോകും, എന്ത് എഫേർട്ട് വിടും. നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ മാത്രമേ നമ്മളവിടെ കാണിക്കുള്ളൂ. സ്വന്തമായി നമ്മുടെ കയ്യിലാണ് എന്ന് അറിയുമ്പോൾ ആ സമയം തൊട്ട് നമ്മൾ മാറി തുടങ്ങും. അത് ആണായാലും ശരി പെണ്ണായാലും ശരി. ഈ പ്രണയത്തിന് സിനി കൊടുക്കുന്ന വാല്യൂ എത്രയാണ്? എൻ്റെ ലൈഫ് ടൈം ഏണിങ് അതെന്താണോ അതാണ് ഞാൻ കൊടുക്കുന്ന വാല്യൂ. ഈ വിവാഹ ജീവിതം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പം ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പരസ്പരം എടുത്ത തീരുമാനമാണോ സിനി സെപ്പറേറ്റ് ആയത്? സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഹോപ്പില്ലാതൊന്നുമില്ല. എനിക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫ് അല്ലെങ്കിൽ ആ ലൈഫ് പാർട്ട്ണറെ വിട്ടിട്ട് വേറൊരു ലൈഫ് ചൂസ് ചെയ്യണം എന്നുള്ള സാധനം എനിക്കിതുവരെ പോയിട്ടില്ല. എനിക്ക് അതിന് താല്പര്യമില്ല ഇപ്പം. അപ്പം പക്ഷെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾക്കാരുടെ ഫീലിങ്സിനും കൂടെ വാല്യൂ കൊടുക്കണം. ആദ്യത്തെ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് ഭയങ്കര പൊട്ടത്തരങ്ങളൊക്കെ ചെയ്ത് ഭയങ്കര അൽക്കുലത്താക്കി ലൈഫ്. ഈ പൊട്ടത്തരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നില്ല.
നമുക്ക് ഒരു ചില സമയം ചില കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ വാല്യൂ കൊടുക്കുക. ഇപ്പം ആ സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി ലൈഫായിരുന്നു. അതില്ലാതെന്ന് ആവുമ്പം ഒബ്വിയസ്ലി നമ്മൾ ഓക്കെ നമുക്ക് ലൈഫും വേണ്ടാന്ന് വെക്കും ചിലപ്പോൾ. അതായത് സിനി സൂയിസൈഡ് ചെയ്യാൻ നോക്കി എത്ര തവണ? 1-2 തവണയൊക്കെ. 2 തവണ. പക്ഷെ ഏറ്റവും വലിയ പൊട്ടത്തരമാണത്. അത് മനസ്സിലായി? അയ്യോ, അത് പിന്നീട് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ഞാൻ ഒരുപാട് മാറിയത് കൊണ്ടാണ് അങ്ങനൊരു കാര്യം ഞാൻ ചെയ്തത്. ഒരു മുമ്പുണ്ടായിരുന്ന സിനി ആയിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് എങ്ങനെ മൂൺ ചെയ്യാന്നുള്ളത് അറിയാമായിരുന്നു. ഒരു സ്റ്റേജിൽ എനിക്ക് എന്നെ തന്നെ എവിടുന്നോ നഷ്ടപ്പെട്ടു. ഭയങ്കര ദേഷ്യം, സങ്കടം, ഈ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഫീലിങ്സ് മാത്രമായി പോയി ലൈഫ്. എനിക്ക് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ കരിയർ ഗ്രോത്ത് ഉണ്ടാവണം, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് മാറിയിട്ട് മനുഷ്യന്മാരിൽ ഭയങ്കര ഡിപ്പെൻഡൻ്റ് ആയി. എനിക്കൊരു ഇന്ന ആളുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ആളില്ലെങ്കിൽ എനിക്ക് ലൈഫില്ല എന്നൊരു സ്റ്റേജിലെത്തി. പിന്നീട് എനിക്ക് മനസ്സിലായി ആരും ഇല്ലെങ്കിലും ആർക്കും ജീവിക്കാം. ഒരാളുടെ ഹെൽപ്പും ആർക്കും വേണ്ട. സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മൾ മാത്രം മതി. നമ്മുടെ ഹെൽത്ത് നോക്കുക, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നോക്കുക, നമുക്ക് വേണ്ട കാര്യങ്ങൾ ആദ്യം പ്രിഫറൻസ് കൊടുത്ത് ചെയ്യുക. നമുക്ക് നന്നായി സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഈ എല്ലാം തുറന്ന് പറയുന്ന, അല്ലെ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒന്നുകൂടെ ചിന്തിച്ച് അതിനൊരു തീരുമാനമെടുക്കുന്ന സിനി സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്തുവാ? മീൻസ് ആ ഒരു മൊമെന്റിൽ പിന്നെ നെക്സ്റ്റ് എന്താന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ജീവിതം മടുത്തു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പേടിച്ചു. ഓക്കെ, ഇന്നാളില്ലാണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യും, എനിക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. പറ്റുമെന്ന് ഞാനിപ്പോൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. ആരില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു സ്റ്റേജിൽ മനസ്സിലാവും. ഈ ആത്മഹത്യ ചെയ്തു ദൈവത്തിന് കൃപ കൊണ്ട് തിരിച്ചു പോന്നല്ലേ? തിരിച്ചു വരുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല. തിരിച്ചു വരാൻ ചെയ്യുന്നല്ലോ നമ്മൾ ആ സമയത്ത്. ആ സമയത്ത് എങ്ങനെയെങ്കിലും തീർന്നാൽ മതി എന്നാണല്ലോ. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ അത് പൊട്ടത്തരമായിരുന്നു, പിന്നെ ഇനി ലൈഫിൽ ഒരിക്കലും ആ തീരുമാനം എടുക്കില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയല്ലേ ചാടത്തുള്ളേ? ആ ചൂടുവെള്ളം എന്നൊന്നും പറയാൻ പറ്റില്ലട്ടോ. നമ്മുടെ ആ മൊമെൻറ്റിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് അറിയാത്തപ്പം പല മനുഷ്യരും സ്റ്റക്കായി പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ. നമുക്ക് അടുത്ത മൊമെൻറ്റിൽ നമുക്ക് ഫിനാൻഷ്യലി, നമ്മൾ മെൻ്റലി, ഫിസിക്കലി എല്ലാം നമ്മൾ തീർന്നു, നമ്മൾ എന്തും കൊണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് വെക്കും എന്നുള്ളത് ചിലപ്പോൾ ചില മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആഗ്രഹിക്കുന്ന ആൾ പോലും കൂടില്ല, ആരുമില്ല കൂടി. അതുവരെ എന്താ നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു സമയം വരെ നമ്മളെ വിശ്വസിക്കും. പിന്നെ ആരെങ്കിലും നമുക്ക് ഒന്ന് ഷോൾഡർ തന്നു കഴിയുമ്പം നമ്മളവിടെ ചാഞ്ഞ് ശീലിച്ച് തുടങ്ങിയാൽ പിന്നെ അത് നമുക്കില്ലാണ്ട് പറ്റില്ല എന്നാവും. അത് അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ അയ്യോ ഇനി എനിക്ക് ചായാനൊരു സ്ഥലവും ഇല്ലല്ലോ, എന്ത് ചെയ്യും, അയാളില്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയായിരിക്കും. അത് വരുമ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ മനുഷ്യന്മാരും ഓരോ പൊട്ടത്തരം ചെയ്യും. സിനിയുടെ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻ, ഈ വിവാഹ ജീവിതം സെപ്പറേറ്റ് ആകാനുണ്ടായ കാരണം എന്താണെന്ന് മനസ്സിലാക്കുന്നത് അറിയില്ല. മേ ബി ഞാൻ തന്നെ ആയിരിക്കാം, എൻ്റെ ദേഷ്യമായിരിക്കും. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ചേച്ചി. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യത്തിലും എന്നെ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്ത് പുള്ളിക്കാരി എപ്പോഴും എൻ്റെ അടുത്ത് പറയും നീ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് അഭിമാനം തോന്നുന്നു എന്ന് പറയും. അതേ ആൾ തന്നെ ഒരു ദിവസം എൻ്റെ അടുത്ത് സംസാരിക്കാൻ പേടിയായി തുടങ്ങി എന്ന് പറയുമ്പം ബാക്കിയൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല, ഞാൻ എന്തുമാത്രം ചേഞ്ചായി എന്നുള്ളത് ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. ഓക്കെ, ഞാൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, അത് ഞാൻ ഇത്രയും ചേഞ്ച് ആയതുകൊണ്ടല്ലേ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എൻ്റെ അടുത്ത് അങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയത്. അപ്പം അവിടെ മാറേണ്ടത് ഞാനാണ്. ഞാൻ മാറി തുടങ്ങി. ഇത് പറയുമ്പോൾ ഈ കണ്ണ് നിറയാനുള്ള കാരണം അത് വേറൊന്നല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ആരില്ലെങ്കിലും ജീവിക്കാം, പക്ഷെ നമുക്ക് നമ്മൾ വേണം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഞാൻ എൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അത് ഞാൻ ആ വാല്യൂ ഞാൻ എനിക്ക് കൊടുത്തില്ല. അത് ഞാൻ ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരമാണ്. ഞാൻ എൻ്റെ എത്രയോ സമയം, ഞാൻ ഉണ്ടാക്കിയ എത്രയോ മണി എല്ലാം എനിക്ക് വേണ്ടി ഞാൻ എടുത്തു വെക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല. അത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ ഇത്രയും വർഷം ഞാൻ ജീവിച്ചെന്തിനായിപ്പോയി. ഇപ്പം ദേഷ്യം കാരണമാണ്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അതായിരിക്കും എന്ന് പറയുന്നു. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രണയിച്ചു പോയല്ലേ? അല്ല, ഒരിക്കലും ഒരാളെ ഇപ്പം അതെൻ്റെ ലൈഫ് പാർട്ട്ണർ മാത്രമല്ല, ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മളൊരിക്കൽ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ
അയാളെ പിന്നെ ഒരിക്കലും വെറുക്കാൻ പറ്റില്ല നമുക്ക്. അയാളിനി എന്ത് എക്സ്ട്രീമായിട്ട് എൻ്റെ അടുത്തൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ ഇനി അത് ചെയ്ത വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് വെറുക്കാൻ പറ്റില്ല. എന്നാലും ഒന്നും സംസാരിക്കത്തില്ലായിരുന്നു പരസ്പരം? എന്നുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ രണ്ടുപേർക്കും ഒരു സ്പേസ് ആവശ്യമുണ്ട് ഇപ്പം. അതെ, അത് നമ്മൾ കൊടുക്കുക. ഞാൻ ഒരുപാട് ദിവസം ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്തു ആ സമയത്ത്, സത്യം പറഞ്ഞാൽ വിളിച്ചുകൊണ്ടിരുന്നു, അങ്ങനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. എൻ്റെ അടുത്ത് മിണ്ടണ്ടെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ മൊമെൻറ്റ് വരെ നമ്മൾ നെക്സ്റ്റ് മൊമെൻറ്റ് അയാൾ മിണ്ടാതിരിക്കാൻ പറയുമെന്ന് നമുക്കറിയില്ല, നമ്മളതിന് പ്രിപ്പയർഡ് അല്ല. അപ്പോൾ പെട്ടെന്ന് മിണ്ടണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് എന്തുകൊണ്ട് എന്തിന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് റീസൺ കിട്ടുന്നവരെ. ഞാൻ അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനത് ഇറിറ്റേറ്റിംഗ് ആണ് എന്ന് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നില്ല. ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ. പിന്നെ ഒരു മൊമെൻറ്റിൽ മനസ്സിലായി, ഓക്കെ ഞാൻ എന്തിന് ഇറിറ്റേറ്റ് ചെയ്യുന്നു, അയാൾക്ക് വേണ്ട സ്പേസ് നമ്മൾ കൊടുക്കണം. ഞാൻ കൊടുത്തു. മേ ബി നാളെ മാറുമായിരിക്കാം, തിരിച്ചു വരുമായിരിക്കാം, ലൈഫ് പഴയ പോലെ ആവുമായിരിക്കാം. എനിക്ക് ഇപ്പം എനിക്ക് പേടിയില്ല. നെക്സ്റ്റ് മൊമെൻറ്റ് എന്താണെന്നുള്ളത് എനിക്ക് പേടിയില്ല. ഈ ലൈഫിൽ നമ്മൾ അത്രമേൽ സ്നേഹിച്ചു, അത്രയും വർഷം പ്രണയിച്ചു, ഈ നമ്മളൊരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം സെപ്പറേറ്റ് ആകുമെന്നല്ലേ? സ്വപ്നത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് ചില മൂമെന്റ്സ് വരുമ്പോൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അയ്യോ എനിക്ക് ഈ ലൈഫ് വേണ്ട, ഭണ്ഡാരം അങ്ങ് നിർത്തി, അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോൾ തോന്നും. പക്ഷെ എവിടെയോ നമുക്കിങ്ങനെ ഒരു കൊളുത്ത് കിടക്കും, വിട്ടുപോകാത്തൊരു കൊളുത്തുണ്ടാവും. അത് ലൈഫിലുണ്ടായിരുന്നു. ഇപ്പം മുന്നോട്ടുള്ള ലൈഫിലാണെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നില്ല ആളെ? ഇല്ല. കാരണം കാണാൻ മീൻസ് ഞാൻ ആഗ്രഹിച്ചാൽ പോരാ. ഇനി എൻ്റെ മാത്രം ആഗ്രഹത്തിന് ഇനി ഒരു കാര്യം മുമ്പോട്ട് പോകാൻ പാടില്ല. എനിക്ക് ആഗ്രഹമുണ്ട് എന്നതിൻ്റെ പേരിൽ എനിക്കാരും ഓക്കെ നീ ആഗ്രഹിച്ചു അല്ലെ നിനക്ക് വേണ്ടി ഞാനിത് ചെയ്തു തന്നു എന്ന് ഇനി ഒരു കാര്യത്തിലും ഒരാളും എൻ്റെ അടുത്ത് പറയാൻ പാടില്ല. ഇവിടെ കണക്കിട്ട് വിലവേശലല്ല ഇത്. അല്ല, ഇപ്പം ഒരു ലൈഫ് എന്ന് പറയുമ്പം ഇപ്പം അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, രണ്ടു പേർക്കും ഇഷ്ടമില്ലാണ്ട് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകാൻ പാടില്ല. ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല. അതൊരു സൈഡിൽ ചിലപ്പം അയാൾ നമുക്ക് വേണ്ടി ചെയ്തു തരും, അതിങ്ങനെ മനസ്സിൽ കിടക്കും. കാലങ്ങൾ കഴിയും തോറും അവൾക്ക് ഞാനത് ചെയ്തു കൊടുത്തു, ആ സമയത്ത് അവളുടെ കൂടെ നിന്നു, അല്ലെങ്കിൽ അവൾ എൻ്റെ അടുത്ത് അതൊക്കെ ചെയ്തു, ആ സമയത്ത് ഇച്ചിരി വിഷമം ഉണ്ടാവും. നോ പറയാം. ഈ പലപ്പോഴും സിനി നോ പറയേണ്ടടുത്ത് നോ പറയാൻ മടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ മാത്രമല്ല, ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും എന്നോടും നോ പറയാൻ മടിച്ചിട്ടുണ്ട്. എനിക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റിൽ ലൈഫ് പോയിട്ടുണ്ട്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എല്ലാവർക്കും മടുക്കും അത്. ഈ ലൈഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണോ സിനി? അല്ല, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരിക്കലും ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഒരാളെ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോവുക. ചില സമയം വേദനിക്കും എന്ന് മനസ്സിലാക്കിയാൽ പോലും നോ പറയാൻ പഠിക്കുക. ഇല്ല, എനിക്ക് ഈ കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല, നമ്മുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എനിക്ക് ഈ കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല. അത് രണ്ടുപേരും പറയണം. ചിലപ്പോൾ ആ സമയത്ത് ആ മൊമെൻറ്റിൽ വിഷമം ഉണ്ടാക്കും. ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ കൊടുക്കാൻ പാടില്ല. എക്സ്പെക്റ്റേഷൻ കൂടിപ്പോ ഒരു സൈഡിൽ കൊടുക്കാൻ പാടില്ല. ഒരിക്കലും. എന്താണോ നീ അങ്ങനെ തന്നെ ജീവിക്കുക. എനിക്കിത് വേണം, ചിലപ്പോൾ അറിയാം നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല എന്ന്, എന്നാലും സമാധാനിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇല്ല ഞാനത് ചെയ്തു തരാം. ഒരിക്കലും പറയാൻ പാടില്ല. മറ്റാളെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇത് കിട്ടും എന്നുള്ളത്. അത് കിട്ടാതാവുമ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങാം അവിടെ. ഈ പ്രണയിക്കുന്ന പോലാണോ വിവാഹ ജീവിതത്തിന്? ഒരിക്കലും അല്ല. അത് തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ജീവിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി. നമ്മൾ പ്രണയിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ല വേർഷനാണ് നമ്മൾ കാണുന്നത്. ജീവിച്ചു തുടങ്ങുമ്പം നമ്മുടെ എല്ലാ ഡാർക്കർ സൈഡും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കാണാൻ തുടങ്ങും. ചിലപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അയ്യോ ഞാൻ പ്രേമിച്ചിരുന്ന ആൾ ഇതല്ലല്ലോ, ലൈഫ് തുടങ്ങിയപ്പോൾ എന്താ ഇങ്ങനെ മാറിയത്? അപ്പോൾ പറയും നീ പഴയ പോലെയല്ല, നീ ഒരുപാട് മാറി എന്ന് പറയും. ചിലപ്പം പ്രണയിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, പ്രേമിക്കുന്ന സമയത്ത് ഫോൺ കോൾ എടുക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്ത് ജോലിയാണെങ്കിലും ശരി, എന്ത് കഷ്ടപ്പാടാണെങ്കിലും ശരി, ആ രണ്ട് വെള്ളിയിൽ ചിലപ്പോൾ ഫോൺ എടുത്ത് കളയും. പ്രണയിക്കുമ്പോൾ ജീവിച്ചു തുടങ്ങുമ്പോൾ പറയുന്നൊരു കാര്യം, ജോലി തിരക്കാ, ഈ സമയത്ത് വിളിക്കരുത്. അന്നും ഈ ജോലിയുണ്ട്. പക്ഷെ അന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു നമ്മുടെ കൈ കിട്ടാൻ വേണ്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഓക്കെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി ലൈഫ് ലോങ് നമ്മൾ എപ്പോൾ എന്ത് വിളിച്ചാലും ആൾ അവിടെ ഉണ്ട്. ലൈഫ് തുടങ്ങി കഴിയുമ്പോൾ അയ്യോ ഞാൻ ഇന്നൊരു അത്യാവശ്യത്തിന് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ അവിടെ പ്രതീക്ഷകൾ പോകാൻ തുടങ്ങും. നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും അല്ല എന്ന് മനസ്സിലാവാൻ തുടങ്ങും. അപ്പോൾ ലൈഫ് ഫുള്ള് താളം തെറ്റും.
ഇപ്പം നിലവിൽ ലൈഫ് എങ്ങനെയാണ് പോകുന്നത് ആ ഒരു യാത്ര? ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. ഹാപ്പിനെസ് ബാക്കിയുള്ളവരുടെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കാണ്ട് എനിക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഞാൻ പഴയ പോലെ ആയപ്പോൾ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകും. ശരിക്കും സിനി ഇപ്പോഴാണ് അല്ലെങ്കിൽ ഈ നിമിഷമാണ് സിമിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നല്ലേ? അത് ഇപ്പം അതെൻ്റെ തെറ്റാണ്. ബാക്കി ആരും എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടല്ല ഞാൻ പലതും ചെയ്തു കൊടുത്തിട്ടുള്ളത്, ഞാനായിട്ട് ചെയ്തു കൊടുത്ത കാര്യമാണ്. ഇപ്പം എൻ്റെ കരിയർ ആയാൽ പോലും എല്ലാവരും ചോദിക്കും, ഈ 17 ഇപ്പോഴും ഗ്യാപ്പൊന്നും വന്നിട്ടില്ലല്ലോ, അഭിനയിക്കുന്നുണ്ടല്ലോ ചോദിക്കുമ്പോൾ വീട്ടുകാർ അഭിനയിക്കാൻ സമ്മതിക്കുന്നുണ്ട്, സിനി ഇപ്പോഴും അഭിനയിക്കുന്നുണ്ട്, സന്തോഷമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ഇത്. നമ്മൾ ഒരു ടൈം വരെ ക്യാഷ് എന്നുള്ളത് മാറ്റി വെച്ച് എൻ്റെ പ്രൊഫഷൻ, എൻ്റെ കരിയർ നന്നായി പോകണം എന്ന് വിചാരിച്ച് നമ്മൾ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് എന്തായാലും കിട്ടിയാൽ മതി, പൈസ വേണം കയ്യിൽ, ജീവിക്കാൻ എനിക്ക് ഈ ജോലി അറിയുള്ളൂ, എന്ത് കിട്ടിയാലും ചെയ്യാം, ഇതായിരിക്കും മൈൻഡ് സെറ്റ്. അത് നമ്മുടെ കരിയർ ഡൗൺ ആക്കി കൊണ്ടുപോവുകയേ ചെയ്യുള്ളൂ. അത് ഞാൻ കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ സപ്പോർട്ടിങ് ക്യാരക്ടറിലേക്കും ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ വേണമെങ്കിൽ ഉപേക്ഷിച്ച് കളയാമെന്ന് പറ്റുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, അത്ര ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല എന്നുള്ള അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിലേക്കൊക്കെ ഞാൻ മാറി, ഞാൻ ചെയ്യേണ്ട വന്നു. മേ ബി ഞാൻ ആ ഒരു നേരത്തെ പോലെ തന്നെ ചൂസ് ചെയ്ത് ചെയ്യാൻ തുടങ്ങിയതെങ്കിൽ ഇപ്പോഴും നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഞാനപ്പോൾ എൻ്റെ കരിയറോ എന്നെയോ നോക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് പൈസ വേണം, ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് പൈസ വേണം. ഈ സിനി പറയുന്നത് ഇപ്പം പൈസയെ പോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിലനിൽക്കാൻ ബുദ്ധിമുട്ടാ. അത് തിരിച്ചറിഞ്ഞു. ഒരു പക്ഷേ എന്താണ് വേണ്ടത് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. എങ്ങനെ നേരത്തെ വരെ എന്താണ് അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരുന്നു. ഇപ്പം നമ്മൾ ഇന്റർവ്യൂ സൂചിപ്പിച്ച പോലെ തന്നെ 17 വർഷക്കാലം സിനി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ മുഖം ഇന്നും പരിചിതമാണ്. എന്നിരുന്നാലും അന്ന് വർക്കുകൾ ഉണ്ടായിരുന്നു ഒരുപാടല്ലേ? അന്നും ഞാൻ വലിച്ചു വാരി വർക്ക് ചെയ്തിട്ടില്ല. അന്ന് ഞാൻ ചെയ്തിരുന്നത് എൻ്റെ ക്യാരക്ടർ കണ്ടാൽ അവർ മറക്കില്ല. നേരത്തെ ഇപ്പോഴും ആൾക്കാർ എന്നെ ഓർക്കുന്നത് ഞാൻ പഴയ ചെയ്ത വർക്കുകൾ കാരണം, ശ്രീത്തനം, അതേപോലെ തന്നെ നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുതവിളക്ക്, അങ്ങനെയുള്ള കുറേ വർക്കുകൾ ഉണ്ട്. ആ ക്യാരക്ടേഴ്സൊക്കെ അത്ര നല്ല ക്യാരക്ടേഴ്സായിരുന്നു, എനിക്ക് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സായിരുന്നു. എൻ്റെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ എന്നെ ബിൽഡ് ചെയ്യാൻ ആ ക്യാരക്ടേഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് ഇപ്പോഴും ഓർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ല ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനുവേണ്ടി ഞാൻ പ്രയത്നിച്ചിട്ടുമില്ല. ഓക്കെ ഞാൻ നല്ലത് വന്നാൽ മാത്രമേ സെലക്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെടാനുണ്ടായ കാരണം പ്രണയമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പ്രണയമാണെന്നൊന്നും വിശ്വസിക്കുന്നില്ല, ഞാൻ തന്നെയാണ്, ഞാനെടുത്ത തീരുമാനങ്ങളാണ്. അപ്പൊ നമ്മുടെ അമ്മമാര് പറയുന്നത് ശരിയാണ്, നമ്മളെ നശിപ്പിക്കുന്നതും നമ്മൾ തന്നെയാ. ഞാനെടുത്ത തീരുമാനങ്ങളും ഞാൻ ആ സമയത്ത് എനിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുമാണ് എൻ്റെ നഷ്ടങ്ങൾ. അതിൽ വേറെ ആരും ഇതല്ല. അവർക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി, ആരും ഒന്നും പറയില്ല. നമ്മളില്ലെങ്കിലും പരിപാടി പൊക്കോളും. നമ്മളാണ് വിചാരിക്കുന്നത് നമ്മളാണ് ഈ പ്രസ്ഥാനം കൊണ്ടുപോകുന്നത്, നമ്മളില്ലെങ്കിൽ ഇത് മുങ്ങിപ്പോകുന്നത് നമ്മളാണ് വിചാരിക്കുന്നത്. ഒന്നുമില്ല, വെറും തോന്നല. നമ്മളില്ലെങ്കിലും എല്ലാവരും ഹാപ്പിയായിട്ട് ജീവിക്കും, മറ്റുള്ളവരില്ലെങ്കിലും നമ്മളും ഹാപ്പിയായിട്ട് ജീവിക്കും. ഇത് ജീവിതം പഠിപ്പിച്ചു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് ജീവിക്കാം. ഇപ്പൊ ആളുകൾ പറയുന്നുണ്ട് സിനി എന്ന ആർട്ടിസ്റ്റിന് ഒരുപാട് പൈസയുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്, അടിപൊളിയായിട്ട് ജീവിക്കുന്നു. ശരിക്കും സിനി ഈ മറ്റുള്ളവർ ഉള്ളറിഞ്ഞ എല്ലാവരും പാവങ്ങളാ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ആർട്ടിസ്റ്റ് എന്ന ലേബൽ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം നിരന്തരം ജീവിക്കുന്ന എങ്ങനെ നമുക്കറിയാം. അത് ഇപ്പൊ ആരായാലും ഏത് ഫീൽഡിലായാലും എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ വേണ്ടി പലതരം സ്ട്രഗിൾസ് ഉണ്ടാവും. ഫിനാൻഷ്യൽ മാത്രമായിരിക്കില്ല, ചിലർക്ക് മെൻ്റലി എത്ര പൈസ ഉണ്ടായാൽ പോലും സമാധാനം ഇല്ലാത്തൊരു ഇഷ്ടമാതിരി പേരുണ്ട്. അവർക്ക് പല കാരണങ്ങളായിരിക്കാം. ചിലർക്ക് ഫിസിക്കലി മുമ്പോട്ട് പോകാൻ പറ്റില്ല, പല അസുഖങ്ങൾ കാരണം. ഓരോ ദിവസവും ഓരോ മനുഷ്യനും സ്ട്രഗിൾ ചെയ്യാണ്ട് ജീവിക്കാൻ പറ്റില്ല. കഷ്ടപ്പെട്ടാലേ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോവുള്ളൂ. പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലെങ്കിൽ വെറുതെ ആയി പോവില്ല ലൈഫ്. സന്തോഷം വേണം, സങ്കടം വേണം, കുറച്ച് ഡ്രാമ വേണം, കുറച്ച് തിരിച്ചറിവുകൾ വേണം. ഓക്കെ ഞാൻ ചെയ്തത് തെറ്റൊക്കെയാണ്, ഞാൻ ഇവിടെ നിന്ന് ഇത് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റ് തിരുത്തണം എന്നൊക്കെ പഠിച്ച്
ഈ രണ്ട് തരം ആളുകളുണ്ടല്ലേ, അതായത് ഒരു തരം ആളുകൾ എന്ന് പറയുമ്പം ഒരാൾ പറഞ്ഞു തന്നാൽ മനസ്സിലാവും, മറ്റു തരം ആളുകൾ എന്ന് പറഞ്ഞാൽ കിട്ടിയാലേ പഠിക്കും. ഞാനാ, എനിക്ക് ആര് പറഞ്ഞു തന്നാലും ഞാൻ കേൾക്കൂല. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ആയിപ്പോയി. ഇപ്പോഴും അതെ. ഞാൻ ചെയ്ത് കിട്ടിയേ പഠിക്കുള്ളൂ. പക്ഷെ ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സൈഡിലോട്ട് പോവില്ല. ജീവിതത്തിൽ അനുഭവങ്ങൾ വന്നാലേ പഠിക്കത്തുള്ളൂ. ഈ ലൊക്കേഷനുകളിലൊക്കെ അല്ലെ സീരിയൽ സെറ്റിലൊക്കെ സിനി കളിച്ച് ചിരിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോഴും ആണ്. ഓക്കെ. അപ്പം അങ്ങനെ ഒരു സ്നേഹം അർഹിക്കുന്ന അല്ലെ സ്നേഹം ഇഷ്ടപ്പെടുന്ന സിനിയായിട്ട് മുൻപോട്ട് പോകുന്ന സമയത്ത് സൗഹൃദങ്ങളും ഒരുപാടുണ്ടായിരുന്നു. ഈ സൗഹൃദത്തിൽ നിന്നൊക്കെ നമ്മൾ ചിന്തിക്കാത്ത സമയത്തൊക്കെയുള്ള ചതികൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഈ പറഞ്ഞത് ലൊക്കേഷനിൽ ചെന്നാൽ ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ്. പക്ഷെ പണ്ടുണ്ടായിരുന്നപ്പം ആ ലൊക്കേഷനിലെ മൊത്തം ബന്ധങ്ങളെയും ഞാൻ എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. ഓക്കെ, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. അവരെ ഭയങ്കര ഫ്രണ്ട്സായിട്ട് ഞാൻ കാണാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, 23 വയസ്സ് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു നെഗറ്റീവ് ഷെയ്ഡും ഞാൻ ആരിലും കണ്ടിട്ടില്ല. ബിക്കോസ് അമ്മ അത് അടുപ്പിക്കാനായി സമ്മതിക്കത്തില്ല. എല്ലാവരുടെയും നല്ല വേർഷൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അമ്മ ഒരു ഷെയ്ഡായിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചിന്ത, എല്ലാ മനുഷ്യരും നല്ലതാണ്, ആരും നമ്മളെ ദ്രോഹിക്കില്ല, ആരും നമുക്ക് വേണ്ടാത്തൊന്നും ചെയ്യില്ല. ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മനുഷ്യന്മാരെ പറ്റിയുള്ള ചിന്ത. അമ്മ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ആ അവിടെ നിന്ന് മാറി. അപ്പോഴും ഞാൻ എൻ്റെ ഓക്കെ, മനുഷ്യന്മാരൊക്കെ നല്ലതാണ്, എല്ലാവരോടും എല്ലാം ഷെയർ ചെയ്യാം, ആരും നമ്മൾ അനാവശ്യമായിട്ടൊന്നും ചെയ്യില്ല. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തു. ലൊക്കേഷനിൽ പോയി ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്തു. അവിടെയുള്ള എല്ലാ റിലേഷനും ഞാൻ എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ തുടങ്ങി, ഫ്രണ്ട്സ് ആക്കാൻ തുടങ്ങി. പിന്നെ മനസ്സിലായി, എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ അല്ല, എല്ലാവരിലും ഷെയ്ഡ് വ്യത്യാസമുണ്ട്. എല്ലാവരും നമ്മൾ ഒരുപോലെ അല്ല കാണുന്നത്. നമ്മൾ ഒരു കാര്യം ചെയ്താൽ 10 പേരുണ്ടെങ്കിലും 10 രീതിയിലായിരിക്കും നമ്മളെ കാണുക. ഇതൊക്കെ അവിടെ നിന്ന് പഠിച്ചപ്പം ഞാനായി തന്നെ നിന്നു. ഞാൻ എങ്ങനെയായിരുന്നോ ലൊക്കേഷനിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അത് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അവിടെ സ്റ്റോപ്പ്. എൻ്റെ ജോലി സ്ഥലം, ഞാൻ അവിടെ ഹാപ്പിയാണ്. ബാക്കിയുള്ളവരെയും കൂടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയി ബാക്കിയുള്ളവരെ ഞാൻ കാരണം അൺകംഫർട്ടബിൾ ആക്കരുത്. എല്ലാവരും കംഫർട്ടബിളായിട്ട് നിർത്തുക. അത് ഞാൻ ചെയ്യും. അതിൽ 100% ഞാൻ ഉറച്ചു നിൽക്കും. എൻ്റെ ജോലി 100% നന്നായിട്ട് ഞാൻ ചെയ്യും. അതവിടെ ചെയ്ത് തീർത്ത് ഞാൻ തിരിച്ചു വരും. പിന്നെ എൻ്റെ ലൈഫിൽ എന്താണോ അത് വളരെ ചുരുക്കം ആൾക്കാരെ ഇപ്പോഴുള്ളൂ, ഒരു 2-3 പേര്. ഈ നേരത്തെയുള്ള സിനിയുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ഇപ്പോൾ ഉള്ള സിനിയുടെ ഫ്രണ്ട് സർക്കിളായി എത്ര മാറി? നേരത്തെ എന്ന് പറയാൻ ഒരു 10-50 പേര് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. എൻ്റെ ഫോൺ റിങ്സ് നിർത്തൂല, എപ്പോഴും ആരെങ്കിലുമൊക്കെ വിളിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം എൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ഒരു 2-3 വ്യക്തികൾ മാത്രമാണ്. അത് അവർക്കൊരു സമയമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എനിക്കൊരു സമയമുണ്ട്, എൻ്റെ ലൈഫിൽ അവർക്കൊരു സമയമുണ്ട്. ആ സമയം മാത്രം. ബാക്കി ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യും. നമ്മളെ കേട്ടിരിക്കാൻ ഒരാൾ ആവശ്യമില്ല. ഇപ്പം ആവശ്യമില്ല. നമ്മളെ കേട്ടിരിക്കാൻ നമുക്ക് ആരുടെ ആവശ്യമില്ല. ഞാൻ പഠിച്ചു. എന്തിനാണ് നമ്മളെ കേട്ടിരിക്കാൻ? എന്താവശ്യമാണ് അവർക്ക്? ഇപ്പം എൻ്റെ ബുദ്ധിമുട്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജിന്. എൻ്റെ ആ ആവശ്യങ്ങൾ എന്തിനാ അജിൻ കേൾക്കണം? അതുകൊണ്ട് അജിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. എന്തിനു കേൾക്കണം? ഞാൻ എന്തിനു പറയണം? പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എനിക്ക്? ഇല്ല. പിന്നെ ഞാൻ എന്തിനു പറയണം? ഈ നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കുത്തലുകൾ പുറകിന്ന് കിട്ടുമ്പം നമ്മൾ തന്നെ ഒരു നിമിഷം ഇല്ലാതായി പോകത്തില്ലേ? ഇല്ലാതായി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരാളെ മനുഷ്യന്മാരെ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മുടെ ലൈഫ് മനസ്സിലാക്കി. ഓരോ ഏജിലും നമ്മൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 23-ൽ സിനിയല്ല ഇപ്പം 33-ലുള്ളത്. ഞാൻ ഒരുപാട് മാറി. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. ഞാൻ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു, ഞാൻ തെറ്റുകൾ ചെയ്തു, ബാക്കിയുള്ളവരെ മനസ്സിലാക്കി. ഇതെല്ലാം പഠിച്ച് ഇപ്പോൾ വന്ന് നിൽക്കുമ്പം എനിക്ക് ഒരാളെ കാണുമ്പോൾ അത്യാവശ്യം ഓക്കെ മനസ്സിലാവും. എനിക്ക് ഞാനേ ഉള്ളെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എല്ലാവരും അതൊരു മൊമെന്റിൽ തിരിച്ചറിയും. ഈ പൈസയുള്ള സമയത്ത് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയാണോ? പൈസ ഉള്ളപ്പം സൗഹൃദങ്ങളല്ല, ആവശ്യങ്ങളുണ്ടാവും. പലർക്കും പല ആവശ്യങ്ങളുണ്ടാവും. നമ്മുടെ കയ്യിൽ പൈസ തീർന്നു കഴിയുമ്പം അവരുടെ ആവശ്യങ്ങൾ തീരും, അത്രേ ഉള്ളൂ. അവർ സ്നേഹം കൊണ്ടൊന്നും കൂടെ നിൽക്കുന്നവരല്ലല്ലോ. അവർക്ക് ആവശ്യങ്ങളായിരിക്കും. ആ സമയത്ത് നമ്മളത് ചെയ്തു കൊടുക്കും. പൈസ തീരുമ്പോൾ നമ്മുടെ കയ്യിൽ ആവശ്യങ്ങളില്ല. അവരുടെ അടുത്ത് ഒന്നും കിട്ടാനില്ല, നമ്മുടെ അടുത്തുനിന്ന് ഒന്നും കിട്ടാനില്ല. അവർക്ക് ആവശ്യങ്ങൾ തീരും, അവർ പോകും. ഇപ്പം മുന്നോട്ടുള്ള യാത്രകൾ എന്തൊക്കെയാ?
എൻ്റെ വർക്ക്, എൻ്റെ കരിയർ എനിക്ക് ഒന്നുകൂടെ നന്നാക്കണം. നഷ്ടപ്പെട്ട എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയ സിനി എനിക്ക് തിരിച്ചു കൊണ്ടുവരണം അല്ലേ? ഞാൻ പറഞ്ഞല്ലോ മമ്മിയും അമ്മച്ചിയൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഒരു നിമിഷം പോലും ജോലി ചെയ്യാതിരിക്കുന്ന ആൾക്കാരല്ല, ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്. അവർക്ക് ഓവർ തിങ്ക് ചെയ്യാൻ പോലും സമയമില്ല. ഞാൻ എൻ്റെ ലൈഫിൻ്റെ ഒരു വലിയ പാർട്ട് വെറുതെ ചിന്തിച്ചിരുന്ന് നശിപ്പിച്ചു. അപ്പം അങ്ങനെ ചിന്തിക്കാനുള്ള സമയം കൊടുക്കാണ്ട് എനിക്ക് വർക്ക് ചെയ്യണം. അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് കാര്യങ്ങളായാലും, അത് ഇപ്പം എൻ്റെ ഹെൽത്ത് ശരിയാക്കാൻ വേണ്ടി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതായാലും, എൻ്റെ ഫിനാൻസ് ശരിയാക്കാൻ വേണ്ടി ഞാൻ അല്ലാണ്ട് ജോലി ചെയ്യുന്നതായാലും, എല്ലാം 100% കൊടുത്ത് ഒരു നിമിഷം പോലും ഉറങ്ങുന്ന സമയമല്ലാണ്ട് വെറുതെ ഇരിക്കാത്ത രീതിയിൽ എനിക്ക് ജോലി ചെയ്യണം. ഈ ഒരു മനുഷ്യൻ്റെ മനസ്സമാധാനം കെടുത്താൻ ഈ ഒരു ഫോണിന് എത്ര പങ്കുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ സമയം കൊല്ലും ഇത് കുറേ. ഞാൻ ഒരു സമയത്ത് ഇതിൻ്റെ അഡിക്റ്റ് ആയിരുന്നു. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതല്ലാണ്ട് എൻ്റെ ജോലി ഇതായിരുന്നു. അതിൽ എനിക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കി മാറ്റി വെക്കാൻ പഠിച്ചു. അല്ല, പണ്ടുണ്ടായിരുന്നപ്പം പണ്ട് എന്നെ കാണുന്ന ആൾക്കാരൊക്കെ പറ എന്താ, ഞാൻ ചെവിയും കൊണ്ട് മാത്രമേ കേൾക്കുള്ളൂ. ഇപ്പോൾ ഒരാളെൻ്റെ മുമ്പിൽ വന്നിരുന്നാൽ ഞാൻ ഫോൺ കമത്തി വെക്കാൻ പഠിച്ചു. നമ്മളെപ്പോഴും ഒരാൾ നമ്മുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മളൊരാളെ കാണുമ്പം പറയ്, ആണോ ഇതാണ് നമ്മുടെ റിയാക്ഷൻ ഇപ്പോഴുള്ളത്. ഒരാളും ഫോൺ മാറ്റി വെക്കില്ല. ഇപ്പം ഞാൻ ഈ ഫോൺ എടുത്ത് കമത്തി വെക്കാൻ പഠിച്ചു. ശരിക്കും അതാണ് പഠിക്കേണ്ട ഏറ്റവും വലിയ ബഹുമാനം അല്ലേ? ഇതിങ്ങനെ കമത്തി വെച്ച് തൊടാതിരിക്കാൻ പഠിക്കണം ആദ്യം. ഒരാൾക്ക് കൊടുക്കേണ്ട സമയം അത് 5 മിനിറ്റ് ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിട്ട്, 1 മണിക്കൂർ ആയിക്കോട്ടെ, ആ സമയം ഇത് മാറ്റി വെക്കുക. ഞാൻ സൈലൻറ്റിലിടില്ലായിരുന്നു ഫോൺ. എനിക്ക് ആ പേടി, ആരെങ്കിലും വിളിച്ചാൽ ആ കോളൊക്കെ മിസ്സായി പോയാലോ. എനിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ആൾക്കാർ വിളിക്കുമ്പോഴേ അത് എൻ്റെ മുമ്പിലിരിക്കുന്ന ആൾക്കാണ് അയാൾ തരുന്ന സമയത്തിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സൈലൻറ്റ് ചെയ്യാൻ പഠിച്ചു. മൊബൈൽ സൈലൻറ്റ് ചെയ്ത് മാറ്റി വെക്കാൻ പഠിച്ചു. സിനിയെ പോലെ ഒരുപാട് ആളുകൾ ഇന്ന് സീരിയൽ ഇൻഡസ്ട്രിയിൽ, സിനിമ ഇൻഡസ്ട്രിയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പെൺകുട്ടികൾ. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരിക്കും? എനിക്കങ്ങനെ മോട്ടിവേഷൻ ഒന്നുമില്ല. ചെയ്ത് പഠിക്കുക, അതേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ ആർക്കൊക്കെ ഇപ്പം നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. അവർക്ക് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും വരുന്നത്. അനുഭവിച്ച് പഠിക്കുക, അതാണ് ഏറ്റവും വലിയ പാഠം. വെറുതെ ആരെങ്കിലും പറഞ്ഞു തന്ന് കേട്ട് പഠിക്കരുത്. നമ്മുടെ അനുഭവം എന്താണോ അത് നമ്മൾ ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് പഠിക്കുക. ഈ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലേ? സോൾവ് ചെയ്ത് പഠിക്കുക, അതേ ഉള്ളൂ. തെറ്റ് നമ്മൾ മനുഷ്യന്മാരാണ്, തെറ്റ് ചെയ്യും, എന്തായാലും തെറ്റ് ചെയ്യും. അത് ഒന്നേലത് പിന്നീട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിലെന്തെങ്കിലും സൊല്യൂഷൻ കണ്ടുപിടിക്കാമെന്നുള്ളതാണെങ്കിൽ അത് ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. അധികം ആരെയും വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. നമ്മളെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി നമ്മൾ നിന്ന് കൊടുക്കണ്ട. ഈ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഉള്ളത് കൊടുക്കുന്നത് അതൊന്നും എനിക്ക് വലിയ വിശ്വാസം ഇല്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതമൊക്കെ നന്നായി പോയേനെ. എത്രയോ നല്ല ആൾക്കാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. ഒരാൾക്കും ബുദ്ധിമുട്ട് വരുത്താതെ അവരവരുടെ കാര്യവും നോക്കി നന്മ പ്രവൃത്തിയും ചെയ്ത് ജീവിക്കുന്ന എത്രയോ പേര് കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. ഈ നമ്മുടെ ചുറ്റുമുള്ളവരാണെങ്കിലും നമ്മുടെ സൗഹൃദങ്ങളാണെങ്കിലും നമ്മളൊരു പ്രണയത്തിൽ അകപ്പെട്ട് കഴിയുമ്പം നമ്മളെ റിയലായിട്ട് സ്നേഹിക്കുന്നവരെ വരെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയ നിമിഷങ്ങൾ വന്നിട്ടുണ്ടോ? ഞാൻ ആർക്കും സമയം കൊടുത്തിരുന്നില്ല. എൻ്റെ ലൈഫിൽ ഇപ്പം പ്രണയം മാത്രമല്ല, ചില സൗഹൃദങ്ങളും എനിക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ സൈഡാക്കിയിട്ട് ആ ഒറ്റ വ്യക്തിക്ക് വേണ്ടി ഞാൻ സമയം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്, ഏത് സമയം എൻ്റെ മൊബൈൽ എൻ്റെ കയ്യിലുണ്ടാവും. കോള് മിസ്സാവാൻ പാടില്ല. ഒറ്റ ബെല്ലിൽ ഫോൺ എടുക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിൽ ആർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. സമയം പോയി എന്നല്ലാണ്ട് ഒരാൾക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. വെറുതെ സമയം കളഞ്ഞു. ഇപ്പം വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ അച്ഛനുണ്ട്. അമ്മ പോയിട്ട് 4 വർഷമായി. അച്ഛനൊരു കൂട്ടുണ്ട്. ഇപ്പം അനിയനുണ്ട്. അനിയൻ പുറത്താണ്. ഞങ്ങൾ 4 പേര്. അപ്പോൾ ഈ വിവാഹ ജീവിതം വേർപെട്ടോ? ഇല്ല. ലീഗലി ഞാൻ ഇപ്പോഴും ഒരാളുടെ ഭാര്യ തന്നെയാണ്. ഈ ഡിവോഴ്സ് ആകുന്ന ടൈമിൽ അല്ലെങ്കിൽ വേറെ പിരിയുന്ന ടൈമിൽ ഒരുപാട് അമ്മാവന്മാരും നമ്മുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്, അല്ലേ? നമ്മളെ കാത്തിരിക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത സ്നേഹം. അയ്യോ, ഭയങ്കര സ്നേഹമായിരിക്കും. അതൊന്ന് പങ്കുവെച്ചോ? അങ്ങനൊന്നുമില്ല. ഒബ്വിയസ്ലി എല്ലാവരും അറിയും നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ കവർ ചെയ്ത് നിന്നാലും എല്ലാവരും ഒരു ടൈമിൽ എല്ലാം അറിയും.
ചിലപ്പം എനിക്ക് ഉറപ്പില്ല. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നു എൻ്റെ ലൈഫ് പഴയ പോലെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. എനിക്കത് വേണമെന്ന് വാശിയില്ല. എനിക്കിഷ്ടമുണ്ട് ആളെ എന്ന് വെച്ചാൽ കൂടുതൽ ഫോഴ്സ് ചെയ്യാനും പോകുന്നില്ല. എന്റെ പഴയ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ മുമ്പോട്ട് പോകും. കാരണം ഞാൻ ആ റിലേഷൻഷിപ്പിൽ ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഒരാളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആളാണ് തെറ്റുകാരനെ ഞാൻ പറയില്ല. നാളെ ഒരു ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരാൾ എൻ്റെ അടുത്ത് എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ആൻസർ ഇല്ല. ഞാൻ എന്താ കള്ളത്തരം പറയേണ്ടി വരും. പിന്നെ ഞാൻ അതിലിങ്ങനെ പിടിച്ചു പോകുന്നുണ്ട്. ഞാൻ ഉള്ള കാര്യം പറയും. അപ്പം അതുവരെ ഫ്രണ്ട്സായിട്ടുണ്ടായിരുന്നവരൊക്കെ പിന്നെ അങ്ങ് സമാധാനപ്പെടുത്തല. ആ സമാധാനപ്പെടുത്തൽ കേൾക്കുമ്പോഴാണ് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മൾ രണ്ടും അല്ലേ. അതിലുപരി പച്ചയ്ക്ക് അങ്ങ് തുറന്നടിച്ച് ചോദിക്കുക കിട്ടുവോ? സ്വാഭാവികല്ലടോ, സ്വാഭാവികല്ലേ ഇതൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അതുവരെ ഒരു തുണയുണ്ട് സിനിക്കല്ലേ? പോയി കഴിഞ്ഞ് ഇങ്ങനെ കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുവോ അത് ശരിക്കും? അല്ല, നമ്മൾ ചിലപ്പോൾ സിംഗിളായിട്ട് ജീവിക്കുമ്പം അവർക്കത് ചോദിക്കാൻ പേടിയായിരിക്കും. നമ്മുടെ പാരൻസ് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവാം, എല്ലാം അവരങ്ങനെ ആയിരിക്കും വിചാരിക്കുക. സെപ്പറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ ലീഗലി ഡിവോഴ്സ്ഡ് ആകുമ്പോൾ മേ ബി ഇതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും. ഒരു ലീഗലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ലേഡിക്ക് ഇവിടെ ജീവിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ ഇപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പം നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ എനിക്ക് ഈ ചോദ്യങ്ങൾ നേരത്തെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഞാനിവിടെ എറണാകുളത്താകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ലൈഫ് കൊണ്ടുവന്നത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ്. നേരത്തെയും വരും ഈ ചോദ്യങ്ങളൊക്കെ. അതിനെയൊക്കെ എങ്ങനെയാണ് നേരിട്ടുകൊണ്ടിരുന്നത്? ഉള്ള കാര്യം പറയും, അവരവരുടെ ആഗ്രഹം പറയുന്നു, ഞാൻ സാധ്യമല്ല എന്ന് പറയുന്നു. ഇത്രയും പറയാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാളുടെ ചോദ്യത്തിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഉത്തരം കൊടുക്കാനേ പറ്റുള്ളൂ. കൂടിപ്പോയാൽ ദേഷ്യപ്പെടാം. ഇപ്പം അതും ഞാൻ ചെയ്യാറില്ല. എന്തിനു ദേഷ്യപ്പെടണം? ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? എനിക്ക് എൻ്റെ മെൻ്റൽ ഹെൽത്ത് കളയാന്നല്ലാണ്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്താ? ശരിക്കും അങ്ങനെ ഒരു സ്ത്രീ എന്ന രീതിയിൽ മുന്നോട്ട് ജീവിക്കാൻ ഭയങ്കര സ്ട്രഗിൾ അല്ലേ? ചോദ്യങ്ങൾ എല്ലായിടത്തുനിന്നും വരും. അത് ഇത് മാത്രമല്ല, പല ചോദ്യങ്ങൾ പലരുടെ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടായാലും ചിലപ്പോൾ ഒരു 5-6 വർഷം, എനിക്ക് നേരത്തെ നേരിട്ടുകൊണ്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ് 5 വർഷം കഴിഞ്ഞപ്പോൾ പിള്ളേരില്ല, എന്താണ് കാര്യം, എന്താ പ്രശ്നം? ഇതായിരുന്നു ഞാൻ ഒരു കാലഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന ചോദ്യം. നേരിട്ടേ പറ്റുള്ളൂ. അതിന് ആൻസർ കൊടുത്ത് ചീത്ത വിളിക്കാൻ പറ്റും. ഒരു കാലഘട്ടത്തിൽ നമ്മളോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾക്ക് റിലേറ്റബിൾ ആകും. ചിലപ്പം പഠിച്ചു കഴിയുമ്പോൾ ജോലിയായി, ഈ ജോലി കഴിയുമ്പോൾ കല്യാണമായില്ലേ, ചോദ്യങ്ങൾ വന്നോണ്ടിരിക്കും. കല്യാണം കഴിഞ്ഞ് പറയും പിള്ളേരായില്ലേ, പിള്ളേരെവിടെ ചേർക്കണം? അയ്യോ ആ സ്കൂള് കൊള്ളൂല, മറ്റേ സ്കൂള്. പിന്നെ അതിനു വേണ്ടി നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് പൈസ ഉണ്ടാക്കി അവരവിടെ ചേർക്കണം. ഇതൊക്കെ എല്ലാ ചോദ്യങ്ങളും വന്നുകൊണ്ടിരിക്കും. എല്ലാ കാലഘട്ടത്തിലും നമുക്ക് നേരെയുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഡീൽ ചെയ്യാൻ പഠിക്കുക. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിലെ മറ്റുള്ളവരുടെ ഒരുപാട് മോട്ടിവേഷൻ കേൾക്കുമല്ലോ അല്ലേ? ശരിക്കും ഈ മോട്ടിവേഷൻ ആണോ നമ്മുടെ റിയാലിറ്റി? ഞാൻ നേരത്തെ കേൾക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ മൊത്തം സേവ് ചെയ്തിടുമായിരുന്നു. ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വേണ്ടി. ഇത് കേട്ടോണ്ടിരുന്ന എൻ്റെ ലൈഫ് നന്നാവുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഒരു മോട്ടിവേഷൻ നമ്മുടെ ഒരു ലൈഫ് നന്നാക്കാൻ പോകുന്നില്ല. നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു, നമ്മൾ അതിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ജിമ്മിൽ പോകുന്നൊരു വ്യക്തി തടി കുറയുന്നില്ല, പലതും ചെയ്തു, ജിമ്മിൽ പോയി 2 കിലോ കുറഞ്ഞു. അയാൾക്ക് മോട്ടിവേഷനാണത്. പിന്നീട് അയാളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനുള്ള മോട്ടിവേഷനാണ് അത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പിന്നെ അത് അയാൾ കണ്ടിന്യൂ ചെയ്യും. നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നു, അതിൽ നിന്ന് ലാഭം കിട്ടുന്നു, നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മോട്ടിവേഷൻ. അതല്ലാണ്ട് വേറെ ഒരാൾക്കും നമ്മളെ നന്നാക്കാൻ പറ്റൂല. ഈ സ്ഥിരമായി മോട്ടിവേഷൻ സേവ് ചെയ്തുകൊണ്ടിരുന്ന സീനി ഇവരുടെ നിർത്താനുള്ള കാരണം എന്തുവാ? പ്രത്യേകിച്ച് ഗുണമില്ലെന്ന് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി. അതിലും വലിയ മോട്ടിവേഷൻ ഒന്നും ആരും എനിക്ക് തരുന്നില്ല. എനിക്കൊരാൾ, ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയം എനിക്ക് കളയാമെന്നല്ലാണ്ട് അയാൾ എനിക്ക് ഒരു സാധനവും ഓക്കെ ഇത് ഞാൻ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും? അയാളുടെ ജീവിതത്തിൽ നിന്നാണ് അയാൾ പറയുന്നത്. എനിക്ക് വരുന്ന പ്രശ്നങ്ങൾ വേറെ ആയിരിക്കും. അത് ഡീൽ ചെയ്യാൻ എന്നെ കൊണ്ടേ പറ്റുള്ളൂ. ഇങ്ങനെ എൻ്റെ പാരൻസിന് പോലും പറ്റില്ല. എൻ്റെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ എനിക്കേ പറ്റുള്ളൂ. ഇതുവരെയുള്ള ജീവിത പാഠങ്ങളിൽ സിനി പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ തന്നെയാണ്, ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് ഞാൻ പഠിച്ചത്. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുക, നമുക്ക് വേണ്ടി ജീവിക്കുക, ആരെയും അധികം വിശ്വസിക്കാതിരിക്കുക, എല്ലാവരും പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നമുക്ക് ചിലരിങ്ങനെ വാഗ്ദാനങ്ങൾ തരുമ്പോൾ നമ്മൾ അതിൽ വീണു പോകും. കൂടുതലായിട്ട് നമ്മൾ ഓക്കെ അതവർ ചെയ്തു തരും, ഒരു കാര്യമില്ല. ചിലപ്പോൾ വാക്ക് മാത്രമായിരിക്കും, അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് വാക്ക് കൊടുക്കാൻ പറ്റും. ഞാൻ നിനക്ക് വേണ്ടി നാളെ ഞാൻ ഈ പൊസിഷനിൽ നിന്നെ കൊണ്ടെത്തിക്കും.
നിൻ്റെ ലൈഫ് നീ ഇങ്ങനെയൊക്കെ ചെയ്യും, നീ മുമ്പോട്ട് പോകുന്ന എനിക്ക് എന്നോട് പറയാൻ പറ്റും, അതെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. വേറൊരാളെ വിശ്വസിക്കാൻ പാടില്ല. വാഗ്ദാനങ്ങൾ കൊടുക്കല്ലേ, കൊടുക്കരുത്. ആർക്കും നമുക്ക് കൊടുക്കരുതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ വെറുതെ ആണെങ്കിൽ പോലും നോക്കാം എന്ന് പോലും പറയരുത്. നോ പറയുക. അത് ആൾക്കാർക്ക് ഇപ്പം നമുക്ക് വിഷമമാവുന്നത് നോ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഒരാൾ നമ്മുടെ അടുത്ത് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഒരാളോട് നോ പറയാൻ നമ്മളും പഠിക്കുക. ഇനി സിനിയുടെ മുന്നോട്ടുള്ള ആഗ്രഹം ഒരുപാട് പ്രൊജക്റ്റുകൾ കിട്ടണം അല്ലേ? ഞാൻ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ പോവുകയാണ്. അങ്ങനെയൊന്നുമില്ല, ആഗ്രഹമാണ് അത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൊടുക്കുന്നൊരു മോട്ടിവേഷനാണത്. ഞാൻ ഇത്രയും കാലമായിട്ട് എനിക്കങ്ങനെ എനിക്ക് ഈ ജോലി അല്ലാണ്ട് വേറെ ഒന്നും പറ്റൂല. ഇതാണ് എൻ്റെ മനസ്സിൽ. എനിക്ക് ഡാൻസ് ചെയ്യാനറിയാം, അഭിനയിക്കാനറിയാം, വേറെ അതൊക്കെ റിസ്ക്കാണ്. ലൈഫിൽ റിസ്ക് എടുക്കാൻ വയ്യ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്യണം, അത് നല്ല രീതിയിൽ തുടങ്ങണം, അത് നല്ലൊരു പൊസിഷനിൽ എത്തിക്കണം എന്നുള്ളതൊക്കെ എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട്. ഞാനത് എനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പോൾ സിനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്കാകെ അഭിനയവും ഡാൻസും അല്ലാതെ ഞാൻ ഇനി പറയില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല ഇല്ല. എനിക്ക് വേണ്ടി മേ ബി വേറൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത് ചെയ്തു തരുമെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം. എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്ക് ഇന്ന സാധനം എനിക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നോടൊരിക്കലും പറയില്ല എനിക്ക് പറ്റില്ല എന്നുള്ളത്. ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം സാധിക്കട്ടെ. വിഷമങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റി ഞങ്ങളുടെ മുന്നിലും പ്രേക്ഷകരുടെ മുന്നിലും എങ്ങനെയാണോ ചിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് ഈ ചിരി നിലനിൽക്കട്ടെ. അപ്പോൾ മുന്നോട്ടുള്ള ഉയർച്ചയിലും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു.